ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്, ചിക്കൻ ഡോണറ്റ്. ഇതിന്റെ പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നും വളരെ ബുദ്ധിമുട്ടുള്ള റെസിപ്പിയാണ് ഇതെന്ന്. പക്ഷേ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെയധികം എളുപ്പമാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈം ആകുമ്പോഴേക്കും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ഒരു ജാറിൽ 1/2 കിലോ എല്ലില്ലാത്ത ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം സവാളയും ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഒരു മുട്ടയുടെ മഞ്ഞയും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കോൺഫ്ലോർ, കൂടാതെ 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. 5 സ്ലൈസ് ബ്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിലുള്ള ബ്രൗൺ പാർട്സ് ഒക്കെ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണിത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഓവറായിട്ട് ഫൈനായിട്ട് അരയണമെന്നില്ല, ചെറിയ ചെറിയ തരികളായാലും കുഴപ്പമൊന്നുമില്ല. അരക്കുന്ന ടൈമിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം ഒരു തുള്ളി പോലും ഒഴിക്കാൻ പാടില്ല. അപ്പോൾ നമുക്കിത് നന്നായിട്ട് കിട്ടില്ല. ഇതാ ഞാനിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ പാകമാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ കൂട്ട് കൈകൊണ്ട് എടുത്തു നോക്കിയിട്ട് നല്ല ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഇതുപോലെ ബോൾസ് ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ചുകൂടി ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ചിക്കൻ ഡോണറ്റ് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് കോൺഫ്ലോർ, മുട്ട, ബ്രെഡ് ക്രംസ്, കുറച്ച് ഓയിൽ ഇവയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമുക്ക് 2 കൈകളിലും കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. അതിനുശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂട്ടിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു ബോളാക്കി മാറ്റാം. ഞാനിവിടെ ഈ സൈസ് വലിപ്പത്തിലുള്ള ബോളാണ് ഉണ്ടാക്കുന്നത്, അധികം വലിപ്പത്തിലുള്ള ബോൾ ഉണ്ടാക്കുന്നില്ല. എന്നിട്ട് കൈ വെച്ച് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അരികൊക്കെ നല്ല രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് അധികം തിക്നെസ് ആയി കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഉള്ളൊക്കെ വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ നടുവിലായിട്ട് വിരൽ വെച്ച് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. ഹോൾ ഉണ്ടാക്കുന്നതിന് മുന്നേ വിരൽ എണ്ണയിലൊന്ന് ഡിപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്നിട്ടിത് കോൺഫ്ലവറിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം മുട്ടയുടെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഡബിൾ കോട്ടിംഗ് ചെയ്യുന്നുണ്ട്. ഇനി ഒന്നുകൂടി മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ നല്ലവണ്ണം കെയർ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡോണറ്റ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ രണ്ടാമത്തതും ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് എല്ലാം നല്ല രീതിയിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ ഇതിനെ ഫ്രീസറിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഇത് പൊട്ടിപ്പോവാതിരിക്കാനാണ് ഫ്രീസറിൽ വയ്ക്കുന്നത്. അങ്ങനെ ഇവിടെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായി തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യാൻ നിന്നാൽ ഇതിൻ്റെ പുറം വശമൊക്കെ കരിഞ്ഞിട്ട് ഉൾവശം വെന്ത് കിട്ടില്ല. അതിനാൽ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഇതിപ്പോ നമ്മൾ പച്ച ചിക്കൻ അരച്ചിട്ടല്ലേ ഇതിന്റെ കൂട്ട് റെഡിയാക്കിയത്. അതുകൊണ്ട് ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ കുറച്ചധികം ടൈം ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും. അതല്ല നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വെച്ചാണ് ഇതിന്റെ കൂട്ട് റെഡിയാക്കുന്നതെങ്കിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൽ ഏത് രീതിയിലാണ് ചെയ്യാൻ താല്പര്യമെങ്കിൽ അതുപോലെ ചെയ്തു നോക്കാം. അങ്ങനെ ഇതാ ഒരു ചിക്കൻ ഡോണറ്റ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ ഞാനിത് ഇവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നോക്കിയ പുറംവശം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഉൾവശമോ അത്യാവശ്യം സോഫ്റ്റും ആയിരിക്കും. ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യമാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ വയ്യ, അത്രക്ക് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.